പ്രസംഗത്തിനായി ശ്രീ മണികണ്ഠൻ അയ്യപ്പയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ബിന്നിമേട്ടി അനുസ്മരണ ചടങ്ങിൽ ബിന്നിമേട്ടി ഫൗണ്ടേഷൻ്റെ ഒരു ആദരവ് ഏറ്റുവാങ്ങാൻ സാധിച്ച്, അതും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട MP രാധാകൃഷ്ണൻ സാറിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് വിലമതിക്കുന്ന ഒരു ആദരവ് നൽകിയതിന് വലിയധികം കടപ്പെട്ടിരിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട്. എന്നോടൊരു പാട്ട് പാടാൻ പറഞ്ഞത് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത് പ്രിയപ്പെട്ട ചാക്കോ മാഷാണ്. ശ്രീചേച്ചിയുടെ ഭർത്താവാണ്. ശ്രീചേച്ചി എൻ്റെ ചേച്ചിയാണ്, കുടുംബാംഗം കൂടിയാണ്. വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് ബിന്നിമേട്ടി ഫൗണ്ടേഷൻ്റെ ഈ ചടങ്ങിൽ ഇത്രയും വലിയ വ്യക്തികൾക്കൊപ്പം ഇരിക്കാൻ സാധിച്ചതിൽ ഞാൻ എന്തായാലും 4 വരി പാട്ട് പാടാം. ഞാനിപ്പോൾ അടുത്ത് ചെയ്തത് M പത്മകുമാർ സാറിൻ്റെ ഉയിർ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അതിൽ KS ചിത്ര ചേച്ചിയാണ് ഈ പാട്ട് സിനിമയിൽ പാടിയിട്ടുള്ളത്. ഞാനതിന് 4 വരി പാടാം. ചിത്ര ചേച്ചി പാടിയ പാട്ടായതുകൊണ്ട് ഞാൻ പാടുമ്പോൾ അത്ര വലിയ പ്രസക്തിയില്ല. കമ്പോസർ എന്ന നിലയ്ക്ക് എടുക്കണം. ഇരുളിൽ ഈറന്നിലാവിൽ കുളിരിൽ കുരുന്നില പോലെ വിടരും പൂന്തളിരന്തേ ഇരവേ നുള്ളിയെറിഞ്ഞോ ഇരവേ നുള്ളിയെറിഞ്ഞോ ഉള്ള കമലത്തിനൂഞ്ചലിലെ മെല്ലെ അമർന്നാൽ നാട്ടിടുവേ അള്ളിയരുൾ തരും വേളയിലെ എന്നൻപിലുരുകി നാടിടുവേ അകലെ പൊന്നമ്പിളി പോറ്റുന്ന പുള്ളിമാൻ കുഞ്ഞേ ഇരവിൻ വെള്ളാമ്പൽ പൂവൊന്നണിഞ്ഞ പൊന്മാനേ താഴത്താറ്റിൻ തീരത്തു ഞാൻ ആടും കാറ്റിൻ കൂടെ ചേരാ നീയും പോരേ. വരികൾ ഷിബു ചക്രവർത്തി, അദ്ദേഹമാണ് ഇതിൻ്റെ വരികൾ രചിച്ചിട്ടുള്ളത്. ഹൃദയരാജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ളൊരു ഈ പുതിയ തലമുറയിലുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ആ സിനിമയിൽ M പത്മകുമാർ സാറിൻ്റെ സംവിധാനത്തിലും ഷിബു ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ ഒരു രചനയിലും KS ചിത്രയെ കൊണ്ട് പാടിക്കാനുള്ളൊരു വലിയൊരു കാര്യം ഈ സിനിമയിലൂടെ ലഭിച്ചു. ഒരുപാട് സന്തോഷമുള്ളൊരു സിനിമയായിരുന്നു അത്. എൻ്റെ ആദ്യത്തെ സിനിമ ഒരു മെക്സിക്കൻ നബാരത എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. അത് ടോമി മട്ടി അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിലുള്ള സിനിമയായിരുന്നു. അതിൽ അനിൽ പനച്ചൂരാൻ അദ്ദേഹമായിട്ട് ചെയ്തൊരു പാട്ടാണ് ആദ്യം കമ്പോസ് ചെയ്യുന്നത്. അതിലെ കലിപ്പ് കട്ടകലിപ്പ് എന്ന് പറഞ്ഞൊരു പാട്ടാണ്. അതിനുശേഷം അനിൽ പനച്ചൂരാൻ അദ്ദേഹം ജയിച്ചൊരു വിപ്ലവഗാനമാണ് അതിൽ പിന്നെ കമ്പോസ് ചെയ്തത്. ആ സിനിമ മൊത്തം മഹാരാഷ്ട്ര കോളേജിലെ SFI കഥയെ ആസ്പദമാക്കിയിട്ട് എടുത്തൊരു സിനിമയാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ സംഗീത സംവിധാനം എന്നുള്ളൊരു നിലയ്ക്ക് അതിലൊരു പാട്ടുണ്ട് 4 വരി. എന്നാളും പോരിനായി പോരുമോ സഖാവേ മുന്നേറാൻ സമയമായി ലാൽ സലാം ഇടിമുഴക്കമായി ഇൻക്വിലാബിന്റെ പടഹമുണരട്ടെ നെഞ്ചിൽ ഇടറിടാതൊരേ ലക്ഷ്യമായി നീങ്ങി കൊടിയുയർത്തിടാം വാനിൽ മുന്നേറാൻ സമയമായി ലാൽ സലാം സഖാവേ
മുന്നേറാൻ സമയമായി ലാൽ സലാം. ഒരുപാട് സന്തോഷമുണ്ട് ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ. മറ്റൊരു ഒരു ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇവിടെ അശ്വിനി ഹോസ്പിറ്റലിൻ്റെ അടുത്തൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ നടത്തിയാണ് എൻ്റെ സംഗീത കാലഘട്ടത്തിന് മുമ്പ് ഒരു റെക്കോർഡിസ്റ്റായിട്ടാണ് ഞാൻ തുടർന്ന് പോയിരുന്നത്. ആ സമയത്ത് എനിക്ക് ഒരുപാട് ഈ അനൗൺസ്മെൻറ്റ് റെക്കോർഡ് ചെയ്യാൻ വരുമായിരുന്നു. അപ്പോൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഒരു റെക്കോർഡിങ്സൊക്കെ ഒരുപാട് ചെയ്യാറുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പേരാണ് ബിന്നി ഇമ്മട്ടി സാറിൻ്റെ പേര്, കെ എം ലമീൻ സാറ്. അദ്ദേഹമൊക്കെ കൂടിയിട്ടാണ് എനിക്ക് ആ വർക്കൊക്കെ ആ സമയത്ത് തന്നിരുന്നത്. പിന്നെ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് സ്പോർട്സ് പ്രൊമോഷൻ കൗൺസിലിൻ്റെ റെക്കോർഡിങ്സ്, പിന്നെ പാർട്ടി റെക്കോർഡിങ്സ്, ഇതിൻ്റെയൊക്കെ റെക്കോർഡിസ്റ്റായിട്ട് പ്രവർത്തിച്ചാണ് ഞാൻ ആദ്യം ഒരു സ്റ്റുഡിയോയിലൊക്കെ വർക്കായിട്ട് തുടരുന്നത്. അതിനുശേഷമാണ് സംഗീതം സീരിയസ് ആയി എടുക്കുന്നതും മ്യൂസിക് ഡയറക്ടറൊക്കെ ആയിട്ട് അടുത്തെത്തുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ നടന്നു വന്ന കാലഘട്ടങ്ങളിൽ എനിക്ക് സപ്പോർട്ടായിട്ട് നിന്ന ഒരുപാട് വ്യക്തികളാണ്. അക്കൂട്ടത്തിൽ ബിന്നി ഇമ്മട്ടി സാറിൻ്റെ ഒരു അനുസ്മരണ ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു ഫൗണ്ടേഷനിൽ ആ അവാർഡ് ഏറ്റുവാങ്ങാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അനുസ്മരണ പ്രസംഗത്തിനായി പൗൾട്രി ഫാമേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് സമിതി TS